അസ്സലാമു അലൈക്കും. തുർക്കിഷ് ബ്രെഡായ ഫത്തയാർ വീട്ടിൽ വെച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ഫത്തയാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കുക. ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ്, 1 ടീസ്പൂൺ പാൽപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് ഒരു കഷ്ണം ബട്ടർ, മെൽറ്റഡ് ബട്ടർ ചേർക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇത് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇതിനായിട്ട് ഒരു ബൗളിലേക്കായിട്ട് അല്പം എണ്ണ തടവി കൊടുത്ത് ഈ മാവിനെ ഇതിലേക്ക് ഇറക്കി വെക്കാം. പിന്നീട് 1 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഈ സമയം ഇതിലേക്കായിട്ട് ഒരു ഫില്ലിങ്സ് തയ്യാറാക്കണം. ഇതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. അല്പം വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് ഇന്നത്തെ കളർ മാറി പോകരുത്, ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് 1/2 കപ്പ് ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ്റെ നിറമൊക്കെ നല്ലപോലെ മാറി വന്നാൽ ഇതിലേക്കായിട്ട് കുരുമുളക് പൊടി, ടൊമാറ്റോ കെച്ചപ്പ്, ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം ഈ മാവൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനു മുമ്പായിട്ട് ഈ മാവിനെ 2ആയി ഭാഗിക്കും. എന്നിട്ട് നീളത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. അതിനുശേഷം ഇതിന്റെ സൈഡിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കുക. ആ ചീസിനെ ഇതേ രൂപത്തിൽ അകത്താക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് ഫോർക്ക് കൊണ്ട് നല്ലപോലെ പൊളിച്ചിട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് പിസ്സ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ തന്നെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. ശേഷം നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് വീണ്ടും ചീസ് ചേർത്ത് കൊടുക്കുക. ഇനി ചീസ് വെച്ച് ഭാഗം മടക്കിയെടുത്ത ആ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തെ ആയിട്ട് ഒരു എഗ് യോക്ക് കലക്കി അത് ഇതിന്റെ സൈഡിലായിട്ട് അത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക. 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് സമയം ബേക്ക് ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫത്തയാർ റെഡിയായി കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു.